ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആക്ച്വലി ഇതൊരു ബംഗാളി ഡിഷാണ്. ദഹി ബൈങ്കൺ എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് മലയാളിവൽക്കരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് തൈരും വഴുതനങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് അധികം താമസിപ്പിക്കേണ്ട എങ്ങനെയാണ് നമ്മുടെ ദഹി ബൈങ്കൺ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പിഞ്ച് വഴുതന വേണം നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് തൈരിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ എല്ലായിടത്തും മസാലയൊക്കെ ഒരുപോലെ എത്തക്ക വണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് ഒരു 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ട തൈര് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തൈരിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് തൈരും സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഒരുപാട് സമയമൊന്നും വഴുതനങ്ങ കുക്കാവാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. നമ്മളിതൊരു 2 മിനിറ്റ് വീതം 2 വശവും ഒന്ന് ഫ്രൈ എടുത്താൽ മതിയാകും. അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. 2 വശവും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ആ പാനിലോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ബാക്കി ഇരുന്ന വഴുതനങ്ങയും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ ഈ വഴുതനങ്ങയും 2 വശവും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തൈരിലോട്ട് നമ്മുടെ ഈ വഴുതനങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. വഴുതനങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഇതിൻ്റെ ആ തൈരൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ആകത്തക വണ്ണം നമുക്ക് വഴുതനങ്ങയൊന്ന് അടിയിലോട്ടാക്കിയിട്ട് തൈരെല്ലാം മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെക്കാം. നമ്മളതിൻ്റെ പുറത്തോട്ടൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അതുവരെ അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ജീരകവും ഉലുവയും കടുകുമൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒരു 3-4 ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെയൊക്കെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്തത്. ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴൊക്കെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി ചേർത്തത്. എന്നിട്ട് നമ്മുടെ ആ തൈരിനകത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കടുക് വറുത്തത് തൈരിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ അനക്കാനേ പാടില്ല. ആ കടുക് വറുത്തതിൻ്റെയൊക്കെ ആ ഫ്ലേവറൊക്കെ ആ തൈരിലോട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റത്തേക്ക് ഞാനിതൊന്ന് അടച്ചു വെക്കുവാണേ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ആ താളിച്ചൊഴിച്ചതിൻ്റെയും നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ആ വഴുതനങ്ങ ചേർത്തപ്പോഴൊന്നും ഒരുപാട് മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ എല്ലാത്തിൻ്റെയും ഫ്ലേവർ തൈരിലോട്ട് നന്നായിട്ട് പിടിക്കത്തക വണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഞാനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ആ വഴുതനങ്ങ ചേർത്തപ്പോൾ ഒന്നും അധികം ഇളക്കിയിട്ടില്ലായിരുന്നു. താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ താളിച്ചൊഴിച്ചതിൻ്റെയും വഴുതനങ്ങയുടെയൊക്കെ ഫ്ലേവർ തൈരിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദഹി ബൈങ്കൺ ഇവിടെ റെഡിയാണ് കേട്ടോ. ഉപ്പിച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു തൈര് കറിയാണിത്.
കുട്ടികളൊക്കെ മിക്കവാറും കുട്ടികളൊന്നും കറികളൊന്നും അധികം കൂട്ടാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെ കറികളൊന്നും കൂട്ടാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു തൈരിൻ്റെ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.